ഓം അമൃതേശ്വരി നമ. ഹിന്ദുമതം നമ്മളെന്ന് വിളിക്കുന്നത് വാസ്തവത്തിലൊരു മതമല്ല, അതൊരു ജീവിത രീതിയാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയാറുണ്ടെങ്കിലും നമുക്കാർക്കും അറിഞ്ഞൂടെ എന്താണ് ജീവിത രീതി, ജീവിതചര്യ എന്താണ് ഹിന്ദുവിൻ്റെ എന്ന് ചോദിച്ചാൽ ആർക്കും വലിയ തിട്ടമൊന്നുമില്ല, നിശ്ചയമൊന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ചിലർ പറയും ദിവസം പ്രാർത്ഥിക്കണം, ദിവസം അമ്പലത്തിൽ പോകണം, ചിലർ പറയും അങ്ങനെ. ചിലർ പറയുന്ന ദിവസം മന്ത്രം ജപിക്കണം, ചിലർ യോഗ ചെയ്താൽ മതി, ധ്യാനിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുക, സത്സംഗം ശ്രവിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പലതും നമ്മൾ പറയും, പക്ഷേ എല്ലാവർക്കും വ്യക്തമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ജീവിതചര്യ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പ്രയാസമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് അല്പം ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും പ്രസക്തമായതും അമ്മയുടെ ഉപദേശങ്ങളായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതും അമ്മയുടെ എല്ലാ ഉപദേശങ്ങളെയും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള 5 കാര്യങ്ങളെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെ പഞ്ചമഹായജ്ഞങ്ങളെന്ന് പറയുന്നു. അപ്പോൾ യജ്ഞം എന്ന് പറയുന്നത് എന്താ? യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതീകരണം എന്നതാണ് അതിൻ്റെ ധാതു എന്നർത്ഥം വരുന്നത്. യജ് ധാതുവിന് സംഗതീകരണം എന്നൊരർത്ഥമുണ്ട്. സംഗതീകരണം എന്ന് പറഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ കൂട്ടിയോജിപ്പിച്ച് ചെയ്യുന്നതിനെയാണ് സംഗതീകരണം എന്ന് പറയുന്നത്. അത് അതിൻ്റെ സാങ്കേതിക പദാവലി. നമ്മുടെ സാമാന്യ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടായിട്ട് ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങളും നമുക്കും നമ്മുടെ സമൂഹത്തിനും പ്രപഞ്ചത്തിനും ഒരേപോലെ ഗുണകരമായി തീരുകയാണെങ്കിൽ അതിന് യജ്ഞമാണെന്ന് പറയും. ഇപ്പോൾ ജീവിതം ഒരു യജ്ഞമാക്കി മാറ്റണം, അതാണ് ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട സന്ദേശം. അത് യുദ്ധമാണെങ്കിൽ പോലും ഒരു യജ്ഞമായിട്ട് മാറ്റണം. ഏത് കർമ്മമാണെങ്കിലും അത് യജ്ഞഭാവനയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം നമ്മളെ ബന്ധിക്കില്ല, സംസാരത്തോട് ബന്ധിക്കില്ല, നമ്മളെ മുക്തിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഗീത നമുക്ക് തരുന്ന പ്രധാന സന്ദേശം. അപ്പോൾ ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് മഹായജ്ഞങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എല്ലാ മനുഷ്യനും എല്ലാ ദിവസവും അനുഷ്ഠിക്കാനുള്ള 5 കാര്യങ്ങളാണ്. അതിൻ്റെ പേര് പറയാം. ആദ്യത്തെ ഋഷിയജ്ഞം, ഋഷിമാരോടുള്ള നമ്മുടെ കടപ്പാട് നിറവേറ്റുക എന്നുള്ള ഋഷിയജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം എന്ന് പറയും. രണ്ടാമത്തേത് ദേവയജ്ഞം, ദേവതകളോടുള്ള നമ്മുടെ കടപ്പാട് അല്ലെങ്കിൽ ഈശ്വരനോടുള്ള നമ്മുടെ ബന്ധം അത് നിറവേറ്റുന്നതാണ് ദേവയജ്ഞം. മൂന്നാമത്തെ പിതൃയജ്ഞം, നമ്മുടെ മുതിർന്നവരോടും നമ്മുടെ പൂർവികന്മാരോടും മരിച്ചുപോയ പൂർവികന്മാരോടുള്ള ബന്ധം കടപ്പാട് നിറവേറ്റുന്നത് പിതൃയജ്ഞം. നാലാമത്തേത് നൃയജ്ഞം. നൃ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, നരയജ്ഞം എന്ന് പറയാം നമുക്ക്. നരയജ്ഞം മനുഷ്യരോടുള്ള നമ്മുടെ മറ്റ് മനുഷ്യരോടുള്ള നമ്മുടെ എല്ലാം ഒരുപാട് കടപ്പാടുകൾ നമുക്കുണ്ട്, അത് വീട്ടുന്നതാണ് നരയജ്ഞം. അവസാനം ഇത് ഭൂതയജ്ഞം എന്ന് പറയും. ഭൂതം എന്ന് കേട്ടാൽ നമുക്കെല്ലാം പേടിയാണ്, നമ്മൾ പേടിക്കുന്ന ഭൂതമല്ല ഇത്. ഭൂതം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ജീവജാലങ്ങൾ, മനുഷ്യരൊഴിച്ചുള്ള സസ്യങ്ങളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ചേർന്നുള്ള ജീവജാലങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ഭൂതം എന്ന് പറയും. അപ്പോൾ അവയോടുള്ള കടപ്പാടുണ്ട്. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരമൊക്കെ എവിടെ നിന്ന് വരുന്നു, മറ്റ് സസ്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെ പക്ഷികളെയൊക്കെ പിടിച്ച് തിന്നുന്നു. അപ്പോൾ അവയുടെ ജീവൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവയോട് വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. അപ്പോൾ ആ കടപ്പാട് വീട്ടുന്നതാണ് ഭൂതയജ്ഞം. അപ്പോൾ ഈ 5 കടങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാ ദിവസവും. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ ചിലപ്പോൾ സമ്മതിക്കും, കാരണം ആഹാരത്തിന് വേണ്ടി നമ്മൾ സസ്യങ്ങളെ ആശ്രയിക്കണം, മറ്റു മൃഗങ്ങളെ മത്സ്യത്തെയൊക്കെ പിടിച്ച് കഴിക്കുന്നു. അപ്പോൾ അതിന് കടപ്പാടുണ്ട് നമ്മൾ സമ്മതിക്കും. മനുഷ്യരോടും കടപ്പാടുണ്ടെന്ന് സമ്മതിക്കും. പിതൃക്കളോടും സമ്മതിക്കേണ്ടി വരും, കാരണം നമ്മുടെ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ജീനുകൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാരിൽ നിന്നാണ്. അവർ ആരോഗ്യത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ശരീരം കിട്ടുന്നു. അവർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ പിടിച്ച് തോന്നിയുള്ള ആൾക്കാർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നു. അപ്പോൾ അവരുടെ നല്ല ജീവിത രീതിയാണ് നമുക്ക് നല്ല ഗുണങ്ങൾ തന്നിട്ടുള്ളത്, നല്ല സംസ്കാരങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരോട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കടപ്പാടുണ്ട്. ഇനി അഥവാ അവരെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരം നമുക്കുണ്ട്. എന്തായാലും കിട്ടിയിരിക്കുന്നത് അവരിൽ നിന്നാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ജീനുകൾ അവരിൽ നിന്നാണ്, അതിൻ്റെ കടപ്പാട് നമുക്കുണ്ട്. പിന്നീട് വരുന്ന ദേവന്മാരെക്കുറിച്ച്, ഈശ്വരനുമായിട്ടുള്ള ബന്ധം, അത് നമുക്ക് അതിലേക്ക് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പ് ബ്രഹ്മയജ്ഞം, ഋഷിമാരോട് നമുക്ക് എന്താണ് ബന്ധമെന്ന് ചോദിക്കാം. ഋഷിമാരാണ് നമുക്ക് ഈ ആത്മതത്വം, ദുഃഖത്തിന് എങ്ങനെയാണ് ആത്യന്തികമായ ശാന്തി തരേണ്ടതെന്ന് പറയുന്ന മാർഗ്ഗങ്ങൾ ഉപദേശിച്ചിരിക്കുന്ന ഋഷിമാരാണ്. അത് ഭാരതത്തിൻ്റെ മാത്രമായ സ്വത്താണ്. എല്ലാത്തരം ദുഃഖങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു ശാസ്ത്രം ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ ശാസ്ത്രം തന്ന ഋഷിമാരാണ്. അവർ സൗജന്യമായിട്ട് തന്നു, പക്ഷേ നമ്മളാരും വായിക്കുന്നില്ല. അത് പുസ്തകമായിട്ട് തലചേടി വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഷോക്കേസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരോടൊരു കടപ്പാടുണ്ട്. അവരെഴുതി ഇതൊക്കെ തന്നത്, തപസ് കൊണ്ട് കണ്ടെത്തി നമുക്ക് അറിയിച്ചത്, അത് പഠിക്കേണ്ട കടപ്പാട് നമുക്കുണ്ട്. മാത്രമല്ല ഇത് 5 തരത്തിൽ നമ്മുടെ സ്നേഹത്തിന് വ്യാപ്തി കൊടുക്കുകയാണ്. ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ, ഇവരോടെല്ലാം നമ്മൾ കൃതജ്ഞതാ നിർഭരമായൊരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ വിശാലമായി തീരുകയാണ്, നമ്മുടെ മനസ്സ് വിശാലമായി തീരുകയാണ്, ഹൃദയം വിശാലമായി തീരുകയാണ്, നമ്മുടെ ജീവിതം സംതൃപ്തമായി തീരുകയാണ്. അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുക, ദിവസവും പഠിക്കുക. എല്ലാ ദിവസവും ഗീതയിലെ ഒരു ശ്ലോകങ്ങളും വായിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ പുസ്തകം കുറച്ച് പഠിക്കുക, രാമായണം, മഹാഭാരതം, ഭാഗവതം എന്തെങ്കിലും കുറച്ച് വായിക്കുക. അതാണ് ആദ്യത്തെ ബ്രഹ്മയജ്ഞം, ഋഷിയജ്ഞം എന്ന് പറയുന്നത്, അവരുടെ കടപ്പാട്.
രണ്ടാമത്തെ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരപരമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ദേവയജ്ഞമാണ്. ക്ഷേത്രത്തിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ മന്ത്രം ജപിക്കുന്നതോ എല്ലാം ദേവയജ്ഞമാണ്. ഏറ്റവും പ്രധാനം എന്തെങ്കിലും ഒരു മന്ത്രം ഗുരുവിൽ നിന്ന് വാങ്ങിച്ച് നിത്യവും മുടങ്ങാതെ ജപിക്കുക എന്നുള്ളതാണ്. പണ്ട് കാലത്ത് കുട്ടികളെല്ലാം തന്നെ ഏകദേശം മരണപര്യന്തം 3 നേരം ഗായത്രി ജപിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു, സന്ധ്യാവന്ദനം ചെയ്യണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ദേവയജ്ഞത്തിൻ്റെ പ്രധാന ഘടകം. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു മന്ത്രം ഗുരുവിൽ നിന്ന് വാങ്ങിച്ച് ജപിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വയം ഇഷ്ടമുള്ള മന്ത്രം ജപിക്കാം, അർച്ചന ചെയ്യുക, ധ്യാനിക്കുക, ജപിക്കുക, ക്ഷേത്രത്തിൽ പോയി നമ്മുടെ സൗകര്യം പോലെ ചെയ്യുന്ന എല്ലാം ചേർത്ത് നമ്മൾ ദേവയജ്ഞം എന്ന് പറയും. ഈശ്വരനായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന എല്ലാം ദേവയജ്ഞം. പിതൃയജ്ഞത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പിതൃക്കളെ സ്മരിച്ചാൽ മാത്രം മതി, ഓർത്താൽ മാത്രം മതി. കുളി കഴിഞ്ഞ് കയ്യിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അവരെ സങ്കല്പിച്ച് ആ വെള്ളം തർപ്പണം ചെയ്യാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സൂര്യാഭിമുഖമായിട്ട് നിന്നിട്ട്. അപ്പോൾ പണ്ട് നദിയിലൊക്കെ കുളിച്ചിരുന്നത്. ഇപ്പം നമ്മൾ കുളിമുറി കഴിക്കുമ്പോൾ രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട്, വൈകുന്നേരം ആണെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്നാൽ മാത്രം മതി. കുളി കഴിഞ്ഞിട്ട് ചെയ്യാം. അത്രയും ചെയ്താൽ തർപ്പണം നിങ്ങൾ ചടങ്ങ് കഴിഞ്ഞു, പിതൃക്കളൊക്കെ സന്തോഷമായി. പിന്നീട് വരുന്നത് മനുഷ്യയജ്ഞം. നമ്മൾ ചെയ്യുന്ന ലോക സേവനങ്ങൾ മുഴുവൻ മനുഷ്യയജ്ഞത്തിൽ പെടുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നല്ല സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുക. ഒന്നുമില്ല, വീട്ടുകാരെങ്കിലും സഹായിക്കുക, അയൽവക്കക്കാരായിട്ട് നല്ല ബന്ധം വയ്ക്കുക, ഓഫീസിൽ നമ്മുടെ പ്രവൃത്തി സ്ഥലത്ത് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം വയ്ക്കുക, അവർക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ചെയ്തു കൊടുക്കുക. അതൊക്കെ മനുഷ്യയജ്ഞം ആയി കഴിഞ്ഞു. അവസാനം വരുന്നതാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്. ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തുളസിക്ക് വെള്ളം ഒഴിച്ചിരുന്നു. അതേപോലെ തന്നെ പക്ഷികൾക്ക് വെച്ച വെള്ളം എടുത്ത് വെച്ചു, അല്ലെങ്കിൽ തീറ്റ ഇട്ട് കൊടുത്തു. ആഹാരം കഴിക്കുമ്പോൾ ഒരു ഉരുള മാറ്റി വെച്ചിട്ട് അത് കാക്കയ്ക്കോ പട്ടിക്കോ കൊടുത്തു. വീട്ടിലെ പക്ഷിമൃഗാദികൾക്കൊക്കെ ആഹാരം കൊടുത്തിട്ടേ സ്വയം കഴിക്കാവുള്ളൂ എന്നാണ് നമ്മുടെ പഴയ നിയമം. വീട്ടിലെ വളർത്തുന്ന എല്ലാം ഭക്ഷണം കൊടുത്ത്, വേലക്കാർക്കെല്ലാം ഭക്ഷണം കൊടുത്ത്, കുട്ടികൾക്കെല്ലാം കൊടുത്ത്, അതിഥികൾക്കെല്ലാം കൊടുത്തിട്ടേ ഗൃഹനാഥന് കഴിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ എന്തെങ്കിലും പച്ചക്കറിയെങ്കിലും നട്ട് വളർത്തിയാൽ അത് ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു ഭൂതയജ്ഞമായി കഴിഞ്ഞു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മളെ എല്ലാവരും നിത്യാനുഷ്ഠാനം ചെയ്യാൻ പറ്റേണ്ടതാണ്. അത് നമ്മുടെ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ധർമ്മമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, കഴിയുന്നതും ചെയ്യുക. അതെ, ശരി.